ഹായ് ഫ്രണ്ട്സ്, നമുക്ക് അധികമായിട്ട് കറണ്ട് ഉപയോഗിക്കേണ്ടി വരുന്ന ഒരു സമയമാണ് വേനൽക്കാലം. അതുകൊണ്ട് തന്നെ നമ്മുടെ കറണ്ട് ബില്ല് കൂടി വരാനും സാധ്യത കൂടുതലാണ്. നമുക്ക് ഒട്ടും കറണ്ട് ബില്ല് കൂട്ടാതെ നമുക്ക് എല്ലാ ഉപകരണവും ഒരുപോലെ ഉപയോഗിക്കാൻ സാധിക്കുന്ന കുറച്ചധികം നല്ല ടിപ്സുകളായിട്ടാണ് വന്നിട്ടുള്ളത്. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുന്നു വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിപ്പോൾ എടുത്ത് വെച്ചുള്ള ആര്യവേപ്പിന്റെ ഇലയാണ് കേട്ടോ. ആര്യവേപ്പിന്റെ ഇല എടുക്കുന്ന സമയത്ത് അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം. അതിൽ പുഴുക്കളും ചെറിയ ചെറിയ പ്രാണികളും പൊടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ക്ലീൻ ആക്കി എടുത്തതായിരിക്കണം കേട്ടോ. എന്നിട്ട് ഞാനൊരു മിക്സി ജാർ എടുക്കുന്നുണ്ട്. ആ മിക്സി ജാറിലേക്ക് ഇതിന്റെ ഇല മാത്രം നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു 2-3 തണ്ട് ആര്യവേപ്പിന്റെ ഇല എടുക്കാം കേട്ടോ. ഇത് നമ്മൾ പ്രധാനമായിട്ടും നമ്മുടെ വയറിന് സംബന്ധമായിട്ടുള്ള എല്ലാ അസുഖങ്ങളും സുഖപ്പെടുത്താൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ആര്യവേപ്പിന്റെ ഇല. അതേപോലെ തന്നെ സ്കിന്നിനാണെങ്കിലും ഹെയറിനാണെങ്കിലും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പക്ഷെ ഇന്ന് നമ്മൾ ചെയ്യുന്നത്, നമുക്ക് ഫുഡ് കഴിച്ച ഉടനെ തന്നെ ടോയ്ലറ്റ് പോകാനുള്ള ഒരു പ്രവണത പല ആളുകൾക്കുണ്ട്. അത് ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അത് നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാനായിട്ട് സഹായിക്കുന്ന നല്ലൊരു മരുന്നാണ്. ഇതൊരു ആയുർവേദ ഡോക്ടർ പറഞ്ഞു തന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ആര്യവേപ്പിൻ്റെ ഇല എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നല്ല പുളിയുള്ള തൈരോ അല്ലെങ്കിൽ മോരോ എടുക്കാം. ഞാൻ അത്യാവശ്യം പുളിയുള്ള ഒരു തൈരാണ് കേട്ടോ എടുത്തുള്ളത്. എന്നിട്ട് ഈ ഒരു തൈര് നമ്മൾ നേരത്തെ മിക്സി ജാറിലേക്ക് ഇട്ടുള്ള ആര്യവേപ്പിൻ്റെ കൂടെ ചേർത്തി കൊടുത്തിട്ട് ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു അല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അരച്ചെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇലയുടെ തരികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് നമുക്ക് അരിച്ചും കൂടി എടുക്കാം. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ കയ്പുണ്ടാവും. നിങ്ങളൊരു മരുന്നായിട്ട് മാത്രം ഇത് കഴിക്കുക. അപ്പോൾ മാസത്തിൽ ഒരു തവണ മാത്രം കഴിച്ചാൽ മതി കേട്ടോ. ഒരു തവണ കഴിക്കുമ്പോൾ തന്നെ നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് അരിച്ചിട്ട് നിങ്ങളിത് വെറും വയറ്റിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണോ സൗകര്യം ആ ഒരു സമയത്ത് കഴിക്കാം കേട്ടോ. അത്യാവശ്യം നല്ല കയ്പുണ്ടാവും, എന്നാലും നല്ലൊരു മരുന്നാണ്. ഒരു സൈഡ് എഫക്റ്റും ഇല്ല, ധൈര്യമായിട്ട് കഴിക്കാവുന്നതാണ്. നമ്മൾ ഉപയോഗിക്കുന്ന കണ്ണട നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുടയ്ക്കേണ്ടി വരാറുണ്ട്. അതിൽ പൊടിയായിട്ടും ഒരു അഴുക്ക് പോലെയൊക്കെ നിൽക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് പെർഫ്യൂം എടുത്ത് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ടൊരു കോട്ടൻ്റെ തുണിയോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പറോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ക്ലീൻ ആയി കിട്ടുന്നതാണ് കേട്ടോ. പിന്നെ ഒരുപാട് സമയത്തേക്ക് നമുക്ക് വീണ്ടും വീണ്ടും തുടയ്ക്കേണ്ട ആവശ്യം വരില്ല. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടുത്തൊരു ടിപ്സ് എന്താ നോക്കാം. ഞാൻ മാവിന്റെ ഇല എടുത്തിട്ടുണ്ട്. മാവിന്റെ ഇല നിങ്ങളുടെ അടുത്ത് പഴുത്ത ഇല കിട്ടുന്നുണ്ടെങ്കിൽ, ഒരു മഞ്ഞ കളറായിട്ടുള്ള ഇല കിട്ടുന്നുണ്ടെങ്കിൽ അത് എടുക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് 2 കല്ലുപ്പ്, അതേപോലെ തന്നെ 2 നുള്ളു പെരിഞ്ചീരകം കൂടി ചേർത്ത് ഇതുപോലെ ഒന്ന് പൊതിഞ്ഞെടുത്തിട്ട് ദിവസവും നിങ്ങൾ പല്ല് തേക്കുന്ന സമയത്ത് ഇത് നന്നായിട്ടൊന്ന് കടിച്ച് ചവച്ചിട്ട് അതുകൊണ്ട് തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് തേച്ച് കഴിഞ്ഞാൽ പല്ല് നല്ല സ്ട്രോങ് ആവുകയും മോണപ്പഴുപ്പില്ലാതിരിക്കാനും അതേപോലെ തന്നെ പല്ലിന്റെ മഞ്ഞക്കറ മാറാനും വായ് നല്ല ഫ്രഷ് ആയിട്ടിരിക്കാനും ഹെൽപ്പ് ചെയ്യും. അടുത്തൊരു ടിപ്സ് എന്താ നോക്കാം. ഞാൻ 2 പേപ്പർ കപ്പ് എടുത്തിട്ടുണ്ട്. അതിൽ ഒന്നിൽ നമ്മൾ ഇതുപോലെ ഒരു ഫോർക്ക് ഉപയോഗിച്ചുകൊണ്ട്, ഫോർക്ക് ആകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ ഹോൾസ് ഇട്ട് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന്റെ ആ താഴ്ഭാഗത്തെല്ലാം നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് ഹോൾസ് ഇട്ട് കൊടുക്കാം. ഹോൾസ് ഇട്ടിട്ടുള്ള പേപ്പർ കപ്പ് ഞാൻ മറ്റൊരു പേപ്പർ കപ്പിലേക്ക് ഇതുപോലെ ഇറക്കി വെച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ഹെർബൽ ടീ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഡ്രൈ ആയിട്ടുള്ള ശംഖുപുഷ്പത്തിന്റെ പൂവാണ് ഇട്ട് കൊടുത്തുള്ളത്. എന്നിട്ട് അതിലേക്ക് നമുക്ക് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ച് ഒരു 2 മിനിറ്റ്സ് പോലും നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ തന്നെ അതിന്റെ എല്ലാ എസൻസും അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. ഇതുപോലെ തന്നെ നമുക്ക് കട്ടൻ ചായയും അതേപോലെ കട്ടൻ കാപ്പിയൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. ചെയ്ത് നോക്കണേ. ചെറിയൊരു പാർസൽ ബോക്സ് ആണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് ഒരല്പം കല്ലുപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ അതിന്റെ മുകളിൽ ചെറിയ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കണം. ഞാൻ അടപ്പിന്റെ മുകളിൽ ചെറിയതായിട്ട് ഹോൾസുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും നല്ലൊരു ഒരു സ്മെല്ലുള്ള കംഫർട്ട് എടുക്കാം. എന്നിട്ട് ആ കംഫർട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അത് പുറത്തേക്ക് പോകാത്ത രീതിയിൽ ഇതുപോലെ ആ ഉപ്പും മുഴുവനായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് അത് അടച്ചിട്ട് നിങ്ങൾ ഏത് റൂമിലാണോ വെക്കുന്നത് ആ റൂമിൽ മുഴുവൻ നല്ല സുഗന്ധം കിട്ടുന്നതാണ് കേട്ടോ. ഒരു ബാഡ് സ്മെല്ലോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കണേ. ഒരു പ്ലാസ്റ്റിക്കിന്റെ കണ്ടെയ്നർ എടുക്കുന്നുണ്ട്. ആ ഒരു കണ്ടെയ്നറിലേക്ക് ഇതുപോലെ നമുക്ക് പേപ്പർ കപ്പുകൾ ഇതുപോലെ നമുക്ക് എത്രത്തോളം വെക്കാൻ പറ്റും ആ രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇതുപോലെ അറേഞ്ച് ചെയ്തിട്ടുള്ള ഈ ഒരു പേപ്പർ കപ്പുകൾ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് വേണ്ട കുറച്ച് സാധനങ്ങൾ ഉണ്ടാവുമല്ലോ, അതെല്ലാം ഇതുപോലെ ഒന്ന് ഇട്ട് വെച്ച് അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുക്കിംഗ് സമയത്ത് നമുക്ക് ഒരുപാട് ഹെൽപ്പായിരിക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ചെയ്ത് നോക്കാം കേട്ടോ. കറണ്ട് ബില്ല് കുറച്ചെടുക്കാനായിട്ടുള്ള ഈസി ആയിട്ടുള്ള കുറച്ച് ടിപ്സുകളാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ചൂടുകാലത്ത് ഫാൻ എന്തായാലും ആവശ്യം വരും. അപ്പോൾ നമ്മൾ ഫാൻ ഉപയോഗിക്കുന്ന സമയത്ത് ഒരുപാട് സമയം കണ്ടിന്യൂസ് ആയിട്ട് ഫാൻ ഓടുന്ന സമയത്ത് നമുക്കതിന് ചൂട് കാറ്റാണ് വരിക. അത് മാത്രമല്ല നമ്മളുടെ ബില്ലും ഹൈ ആവുന്നതാണ്. അപ്പോൾ നമുക്ക് ഫാൻ നമ്മളിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് മണിക്കൂറുകൾ ഓൺ ആക്കി ഇടുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു അരമണിക്കൂർ അത് ഓഫ് ചെയ്ത് വെക്കാം. അരമണിക്കൂറിന് ശേഷം നമുക്ക് വീണ്ടും അത് സ്വിച്ച് ഓൺ ചെയ്താൽ മതി. ഫാന് ഓവർലോഡ് ആവാതിരിക്കാൻ ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഇതിലൂടെ കറണ്ട് ബില്ലും കുറച്ച് കമ്മിയാക്കി കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. അടുത്തൊരു ടിപ്സ് എന്താ നോക്കാം. നമ്മൾ ഫ്രിഡ്ജ് ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിന്റെ മുകളിൽ നമ്മൾ പല സാധനങ്ങളും ഇങ്ങനെ
വെക്കാറുണ്ട്. അപ്പോൾ അതൊന്ന് ഒഴിവാക്കുക. പിന്നെ പ്രധാനമായിട്ടും നമ്മൾ ഇതുപോലെ നമ്മൾ സെൽഫോണൊക്കെ പെട്ടെന്ന് ഫ്രിഡ്ജിന്റെ മുകളിൽ വെക്കുക. ഇതൊക്കെ നമുക്ക് ഒഴിവാക്കണം കേട്ടോ. ഫ്രിഡ്ജിന്റെ മുകളിൽ ഇതുപോലെ സെൽഫോൺ വെക്കുന്നത് നമ്മുടെ ഫോണിലെ ചാർജ് പെട്ടെന്ന് തീരാനായിട്ട് സാധ്യത കൂടുതലാണ്. മറ്റൊരു ടിപ്സ് ഒന്ന് നോക്കാം. നമ്മൾ അയൺ ചെയ്യുന്ന സമയത്ത് ദിവസേന ഒന്നൊന്നായിട്ട് അയൺ ചെയ്യാണ്ട് ഒരാഴ്ചത്തേക്കുള്ള നമ്മൾ കംപ്ലീറ്റ് അയൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയും കറണ്ട് ലാഭിക്കാനായിട്ട് സാധിക്കും. അതുമാത്രമല്ല, നിങ്ങൾ വൈകുന്നേരം 6 മണിക്ക് മുന്നേ നമ്മൾ അയൺ ചെയ്യുക. അല്ല എന്നുണ്ടെങ്കിൽ 10 മണിക്ക് ശേഷം, രാത്രിയിൽ 10 മണിക്ക് ശേഷം മാത്രം അയൺ ചെയ്യുക. ഇതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് ബില്ലിൽ ഒരുപാട് മാറ്റം കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ വാഷിംഗ് മെഷീനിൽ തുണികൾ അലക്കുന്നവർ ഒരിക്കലും ഓവർലോഡ് ഇട്ടിട്ട് തുണികൾ അലക്കരുത്. തുണികൾ വൃത്തിയാവില്ല. അതേപോലെ തന്നെ ഹെവി ആയിട്ട് കറണ്ട് വലിക്കുകയും ചെയ്യും. വേനൽക്കാലത്ത് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് ഫ്രിഡ്ജ്. അപ്പോൾ ഈ ഫ്രിഡ്ജിൽ നമ്മൾ ഒരുപാട് സാധനങ്ങൾ കുത്തി നിറച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തേക്കും നമ്മൾ ഒരേപോലെ തണുപ്പ് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് കറണ്ട് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല സ്പേസ് വിട്ടിട്ട് വേണം ഓരോ തിങ്സ് വെക്കാനായിട്ട് കേട്ടോ. നമ്മൾ ഫ്രീസറിൻ്റെ ആണെങ്കിലും ഫ്രിഡ്ജിൻ്റെ താഴ്ത്തട്ടാണെന്നുണ്ടെങ്കിലും അത് എപ്പോഴും മീഡിയം ലെവലിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കറണ്ട് വലിക്കാതെ അത് ഫ്രിഡ്ജ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. നമ്മൾ അതിൽ തന്നെ ഒരുപാട് മോഡുകൾ ഉണ്ടാവും. അത് മീഡിയത്തിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലായിടത്തിലും ഒരുപോലെ തണുപ്പ് കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റാണ് കേട്ടോ എടുത്ത് വെച്ചിട്ടുള്ളത്. ഈ ഒരു പ്ലേറ്റ് നമുക്ക് നമ്മുടെ കറണ്ട് ബില്ല് കുറച്ച് കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ഈ ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഏകദേശം ഒരു മുക്കാലാവുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമായിരിക്കും, വൈകുന്നേരം 6 മണിക്കും 10 മണീൻ്റെയും ഈ ഒരു സമയത്ത് നമ്മൾ ഇലക്ട്രോണിക് സാധനങ്ങൾ ഒരുപാട് കറണ്ട് വലിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഒരു 6 മണീന് മുന്നേ ഇതുപോലെ ഒരു പ്ലേറ്റിൽ വെള്ളം നിറച്ചിട്ട് നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഫ്രീസ് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ ഈ ഫ്രീസ് ആക്കി എടുക്കുന്ന ഈ ഒരു ഐസ് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഐസുള്ള ഈ ഒരു പ്ലേറ്റ് എടുത്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിന് താഴെയുള്ള ഏതെങ്കിലും ഒരു തട്ടിൽ വെച്ച് കൊടുക്കുക. ഇത് നമ്മൾ ഈ ഒരു 6 ടു 10 മണി വരെയുള്ള സമയത്ത് നമ്മൾ ഫ്രിഡ്ജ് ഓഫ് ചെയ്ത് വെക്കുക. അങ്ങനെ ഫ്രിഡ്ജ് ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്ലേറ്റിലായതുകൊണ്ട് തന്നെ ആ ഒരു പ്ലേറ്റിൻ്റെ ഐസിൻ്റെ തണുപ്പ് ഫ്രിഡ്ജിൻ്റെ മറ്റെല്ലാ ഭാഗത്തേക്കും നല്ല രീതിയിൽ ഉണ്ടാവുന്നതാണ് കേട്ടോ. വൈകുന്നേരം 6 മണി തൊട്ട് 10 മണി വരെയുള്ള ഈ ഒരു സമയത്ത് ഫ്രിഡ്ജ് ഓഫ് ചെയ്തിട്ടാണ് ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൻ്റെ ആ കൂളിംഗ് നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. സാധാരണ രീതിയിൽ 24 അവേഴ്സും വർക്ക് ചെയ്യുന്ന ഒന്നാണ് ഫ്രിഡ്ജ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രിഡ്ജിലുള്ള കൂളിംഗ് നിലനിൽക്കും. അതേപോലെ തന്നെ ഫുഡ് ചീത്തയാവില്ല. നിങ്ങളുടെ കറണ്ട് ബില്ലും നിങ്ങൾക്ക് കുറച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കും. കറണ്ട് ബില്ല് കുറയ്ക്കാനുള്ള കുറച്ച് ടിപ്സുകൾ പറഞ്ഞു തന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.